2026 ഫെബ്രുവരി 18 ബുധനാഴ്ച നടന്ന ICC മെൻസ് ടി20 ലോകകപ്പ് ഗ്രൂപ്പ് എ മത്സരത്തിൽ പാകിസ്ഥാൻ നമീബിയയ്ക്കെതിരെ നിർണായകമായ ഒരു വിജയം സ്വന്തമാക്കി. ശ്രീലങ്കയിലെ കൊളംബോയിലെ സിംഹളീസ് സ്പോർട്സ് ക്ലബ്ബ് ഗ്രൗണ്ടിൽ വെച്ച് നടന്ന ഈ മത്സരത്തിൽ പാകിസ്ഥാൻ 3 വിക്കറ്റ് നഷ്ടത്തിൽ 199 റൺസ് എന്ന മികച്ച സ്കോർ നേടി. പിന്നീട് നമീബിയയുടെ വെല്ലുവിളി മറികടന്ന് പാകിസ്ഥാൻ ജയം സ്വന്തമാക്കുകയായിരുന്നു. സൂപ്പർ 8ലേക്ക് മുന്നേറാൻ പാകിസ്ഥാന് ഈ വിജയം വളരെ നിർണായകമാണ്. പ്രത്യേകിച്ചും ടൂർണമെന്റിൽ നേരത്തെ ഇന്ത്യയോട് 61 റൺസിന്റെ വൻ തോൽവി ഏറ്റുവാങ്ങിയതിനുശേഷം ഈ ജയം അവർക്ക് വലിയ ആശ്വാസമാണ് നൽകിയത്. മറുവശത്ത് നമീബിയയാകട്ടെ ടൂർണമെന്റിൽ തുടർച്ചയായി 3 തോൽവികൾ വഴങ്ങിയാണ് ഈ മത്സരത്തിനിറങ്ങിയത്. അതുകൊണ്ടുതന്നെ ഇരു ടീമുകൾക്കും ഇത് നിർണായകമായ ഒരു പോരാട്ടമായിരുന്നു. അവരുടെ ടി20 ലോകകപ്പ് യാത്രയെ സംബന്ധിച്ച് പലതരം പ്രത്യാഘാതങ്ങളുണ്ടാക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു മത്സരം. കൊളംബോയിലെ അന്തരീക്ഷം അല്പം സംഘർഷഭരിതമായിരുന്നു. കളി മഴ മുടക്കുമോ എന്ന ആശങ്ക തുടക്കത്തിൽ നിലനിന്നിരുന്നു. പാകിസ്ഥാന്റെ ഇന്നിംഗ്സിന് കരുത്തായത് ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ സാഹിബ് സദ ഫർഹാന്റെ ഗംഭീര പ്രകടനമായിരുന്നു. വെറും 57 പന്തിൽ പുറത്താകാതെ 100 റൺസ് നേടി ഫർഹാൻ റെക്കോർഡ് ബുക്കിൽ തന്റെ പേരെഴുതിച്ചുവെന്നത് ശ്രദ്ധേയമാണ്. ഈ തകർപ്പൻ സെഞ്ചുറി ഫർഹാന്റെ കരിയറിലെ ആദ്യത്തെ ടി20 അന്താരാഷ്ട്ര സെഞ്ചുറിയായിരുന്നു. അഹമ്മദ് ഷെഹസാദിന് ശേഷം ഒരു ടി20 ലോകകപ്പിൽ ഈ നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ ബാറ്ററായി ഫർഹാൻ ഇതോടെ മാറി. 11 ബൗണ്ടറികളും 4 സിക്സറുകളും അടങ്ങിയ ഫർഹാന്റെ ഇന്നിംഗ്സ് ആക്രമണോത്സുകവും അതേസമയം നിയന്ത്രിതവുമായ ബാറ്റിംഗിന്റെ ഉദാഹരണമായി. ക്യാപ്റ്റൻ സൽമാൻ അലി ആകെയുമായി 23 പന്തിൽ 38 റൺസ് ചേർന്ന് 67 റൺസിന്റെ നിർണായക കൂട്ടുകെട്ടുണ്ടാക്കാൻ ഫർഹാന് കഴിഞ്ഞു. പിന്നീട് വൈസ് ക്യാപ്റ്റൻ ഷതാബ് ഖാനുമായി തകരാത്ത 81 റൺസിന്റെ ഒരു മികച്ച കൂട്ടുകെട്ടും അദ്ദേഹം പടുത്തുയർത്തി. അവസാന ഓവറിൽ 2 സിക്സറുകൾ ഉൾപ്പെടെ 22 പന്തിൽ നിന്ന് പുറത്താകാതെ 36 റൺസ് നേടി ഷതാബ് ഖാൻ ഇന്നിംഗ്സിന് ഒരു തീപ്പൊരി ഫിനിഷ് നൽകി. പാകിസ്ഥാന്റെ ബാറ്റിംഗിന്റെ തുടക്കത്തിൽ സൈം അയ്യൂബ് 14 റൺസെടുത്ത് പുറത്തായി. 2026 ജനുവരിയിൽ ശ്രീലങ്കയ്ക്കെതിരെ ടി20 അരങ്ങേറ്റം കുറിച്ച ഖവാജ നഫാക്കിയാകട്ടെ 14-ാം ഓവറിൽ വെറും 5 റൺസെടുത്ത് മടങ്ങേണ്ടിവന്നു. ഈ വിക്കറ്റ് നഷ്ടങ്ങൾക്കിടയിലും മികച്ച കൂട്ടുകെട്ടുകളും ആഞ്ഞടിച്ചുള്ള ബാറ്റിംഗും പാകിസ്ഥാനെ ഒരു വലിയ ടോട്ടലിലേക്ക് എത്തിച്ചു. ഇതോടെ നമീബിയയ്ക്ക് മുന്നിൽ 200 റൺസിന്റെ വിജയലക്ഷ്യമാണ് പാകിസ്ഥാൻ ഉയർത്തിയത്. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാന്റെ തീരുമാനം ശരിയായിരുന്നു. സിംഹളീസ് സ്പോർട്സ് ക്ലബ്ബിലെ സാഹചര്യങ്ങൾ പരമാവധി മുതലെടുക്കാൻ അവരുടെ ബാറ്റ്സ്മാൻമാർക്ക് കഴിഞ്ഞു. നമീബിയയുടെ ചേസ് തുടങ്ങിയത് ലോറൻസ് സ്റ്റീൻഗാമ്പും ജാൻ ഫ്രെയിലിംഗും ചേർന്ന് ബാറ്റിംഗ് ഓപ്പൺ ചെയ്തുകൊണ്ടാണ്. സ്റ്റീൻഗാമ്പ് കളിയുടെ തുടക്കത്തിൽ തന്നെ നേരെ ഒരു സിക്സ് അടിച്ച് തന്റെ സാന്നിധ്യം അറിയിച്ചു. പക്ഷേ അധികം വൈകാതെ പാകിസ്ഥാൻ ബോളർമാർ കളി പിടിച്ചെടുത്തു. തുടക്കത്തിലെ നമീബിയയ്ക്ക് വിക്കറ്റുകൾ നഷ്ടമായി. ഈ നിർണായക മത്സരത്തിൽ ഷഹീൻ ഷാ ആഫ്രിദിക്ക് പകരം ടീമിലെത്തിയ ഇടങ്കയൻ പേസർ സൽമാൻ മിർസ ചേസിനിടെ ഒരു പ്രധാനപ്പെട്ട വിക്കറ്റ് വീഴ്ത്തി. വിക്കറ്റുകൾ പോയ കൂട്ടത്തിൽ നമീബിയൻ ക്യാപ്റ്റൻ ഗെർഹാർഡ് എറാസ്മസും ഉണ്ടായിരുന്നു. 200 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന നമീബിയ 59 റൺസിന് 4 വിക്കറ്റ് എന്ന നിലയിൽ പരിങ്ങിലായിരുന്നു. പാകിസ്ഥാനു വേണ്ടി ഒരു മികച്ച ഓൾറൗണ്ടറും ടി20യിലെ വൈസ് ക്യാപ്റ്റനുമായ ഷാദാബ് ഖാനെപ്പോലെയുള്ള കളിക്കാരുടെ പ്രകടനം വളരെ നിർണായകമായിരുന്നു. 2024-ൽ ഇസ്ലാമാബാദ് യുണൈറ്റഡിനെ റെക്കോർഡ് 3-ാം തവണയും പാകിസ്ഥാൻ സൂപ്പർ ലീഗ് കിരീടത്തിലേക്ക് നയിച്ചത് അദ്ദേഹമായിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ മികച്ച നേതൃത്വപാടവവും ഓൾറൗണ്ട് കഴിവുകളും എടുത്തുകാണിക്കുന്നു. 2026-ലെ ടി20 ലോകകപ്പിനുള്ള നമീബിയയുടെ സ്ക്വാഡിൽ ഇടങ്കയൻ ബാറ്ററും ഇടങ്കയൻ മീഡിയം ഫാസ്റ്റ് ബൌളറുമായ ജാൻ ഫ്രെയിലിംഗ്, കൂടാതെ 2025 സെപ്റ്റംബറിൽ ടി2-0 അരങ്ങേറ്റം കുറിച്ച വലങ്കിയൻ ടോപ്പ് ഓർഡർ ബാറ്ററും ഓഫ് സ്പിന്നറുമായ ലോറൻസ് സ്റ്റീൻഗാമ്പ് തുടങ്ങിയ പ്രമുഖ കളിക്കാർ ഉൾപ്പെട്ടിരുന്നു. ICC മെൻസ് ടി20 ലോകകപ്പിന്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് ഈ മത്സരം അടിവരയിടുന്നു. ഈ വലിയ ആഗോള ടൂർണമെന്റിൽ മുന്നേറാൻ ശ്രമിക്കുന്ന ഓരോ ടീമിനും ഓരോ കളിക്കും വലിയ പ്രാധാന്യമുണ്ട്.